വെച്ചാൽ ഒന്നാമതായിട്ട് മാനസാന്തരം. മാനസാന്തരത്തിന്റെ ഉപദേശം നമുക്ക് പുത്തരിയല്ല, നാം ധാരാളം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കത് ബാലപാഠമായിരിക്കാം. പക്ഷേ മാനസാന്തരത്തിൽ അടങ്ങിയിരിക്കുന്ന ആഴമായ ഉപദേശങ്ങൾ എത്രമാത്രം എന്ന് ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാനസാന്തര ഉപദേശം ജീവിതത്തിൽ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്നവർ എത്ര പേരുണ്ടോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. മാനസാന്തര ഉപദേശത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കാതലായ വിഷയം യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്നുള്ളതാണ്. എന്നാൽ പാരമ്പര്യ സഭകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ, പാപത്തിന്റെ രക്ഷ, പാപികൾക്ക് രക്ഷ, നരകത്തിൽ നിന്നുള്ള രക്ഷ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ, മറ്റ് ചിലരിൽ കൂടെയും രക്ഷയില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യം പാരമ്പര്യ സഭകൾ ഉയർത്താറുണ്ട്. എന്നാൽ നാം പഠിപ്പിക്കുന്നു രക്ഷയ്ക്കുള്ള ഏകമാർഗം ക്രിസ്തു മാത്രമാണ്. എന്നാൽ പാരമ്പര്യ സഭകൾ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൽ കൂടെ മാത്രമല്ല, മറ്റു ചിലരിലൂടെയും രക്ഷ പ്രാപിപ്പാൻ കഴിയും. യേശുവിന്റെ അമ്മ മറിയയിലൂടെ, സ്ലീഹന്മാരിലൂടെ, പുണ്യവാളന്മാരിലൂടെ മനുഷ്യർക്ക് രക്ഷയുണ്ട്. ക്രിസ്തുവിലൂടെ മാത്രമല്ല, ഇവരിലൂടെയും രക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളും ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ പ്രതിപാദിക്കുന്നത് ലേഖനങ്ങളിലും 21 ലേഖനങ്ങൾ, അപ്പോസ്തല പ്രവർത്തികൾ, ഇതൊക്കെ പഠിച്ചാൽ ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളോ പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട 14 ലേഖനങ്ങളോ മറ്റപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട 7 ലേഖനങ്ങളുമോ നാം പഠിക്കുമ്പോൾ അവിടെ എങ്ങും ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റാരിലെങ്കിലും കൂടെ രക്ഷ പ്രാപിക്കാം എന്നൊരൊറ്റ വാക്യവും നമുക്ക് തെളിവായിട്ട് എടുക്കാനില്ല. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പ്രസംഗിക്കുന്നു, മറ്റ് ഒരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ പ്രസംഗ മധ്യത്തിലൊക്കെ ഏകരക്ഷിതാവായ ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാട്ടിയത്. തന്റെ ലേഖനങ്ങളെല്ലാം പഠിച്ചാലും ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ലേഖനങ്ങളെല്ലാം തന്നെ ഏകരക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ യേശുവിന്റെ അമ്മ മറിയയിലൂടെയും സ്ലീഹന്മാരിലൂടെയും രക്ഷ പ്രാപിപ്പാൻ കഴിയും എന്നുള്ള ഉപദേശം 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയിൽ ഇല്ലാതിരിക്കെ ഇത് എങ്ങനെയാണ്, എപ്പോഴാണ് ക്രിസ്തീയ സഭയിൽ കടന്നുകൂടിയത് എന്നൊരു ചോദ്യം. സഭാചരിത്രം പഠിക്കുമ്പോൾ 3-ാം നൂറ്റാണ്ട് തുടങ്ങിയാണ് മറിയ ആരാധനയും സ്ത്രീകന്മാരോടുള്ള പ്രാർത്ഥനയും സ്ത്രീകന്മാരിലൂടെ രക്ഷയുണ്ടെന്നും യേശുവിന്റെ അമ്മ മറിയയിലൂടെ രക്ഷയുണ്ടെന്നും ഉള്ള ഉപദേശവും ക്രിസ്തീയ സഭയിൽ കടന്നുകൂടിയത്. ക്രിസ്തീയ സഭ രാജകീയ മതമായി തീർന്നത് 3-ാം നൂറ്റാണ്ടിലാണ്, കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാനസാന്തരത്തോടുകൂടെ, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തോടുകൂടെ. കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയായത് മുതൽ തന്റെ രാജ്യത്തിലെ പ്രജകളെ ഒക്കെ നിർബന്ധമായി ക്രിസ്ത്യാനികളാകുവാൻ പ്രേരിപ്പിച്ച് മാനസാന്തരം കൂടാതെ, മനപരിവർത്തനം കൂടാതെ മതപരിവർത്തനം നടത്തി അനേകരെ ക്രിസ്തു സഭയിലേക്ക് ചേർത്തു. അപ്പോൾ ജാതികളിൽ നിന്ന് വന്നവർക്ക് അവർ മുൻപ് ജീവിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന പല പാരമ്പര്യങ്ങളും ഇവിടേക്ക് വന്നപ്പോൾ അവരെ നിർത്തേണ്ടതിന് അവിടെ നിന്ന് കടമെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അപ്രകാരം കൊണ്ടുവന്നതായ ചില ആചാരങ്ങളാണ് മറിയയോടുള്ള പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഈ മറിയ എന്നുള്ളത് തന്നെ, മറിയയെ തന്നെ ദൈവമാതാവായി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ കാരണം തന്നെ അത് ബാബിലോന്യരുടെ ഡയാന ദേവിയുടെ ഒരു പകർപ്പായത്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ പേരൊന്ന് മാറ്റിയെന്നുള്ളതേ ഉള്ളൂ. അപ്രകാരം പകർത്തിയെടുത്തതാണ്. ഇതുപോലെ സ്ത്രീകന്മാരോടുള്ള പ്രാർത്ഥനയും
പുണ്യവാളന്മാരിലൂടെ രക്ഷയുണ്ടെന്നുള്ള പഠിപ്പീരും 3-ാം നൂറ്റാണ്ട് തുടങ്ങിയാണ് ക്രിസ്തീയ സഭയിൽ പ്രവേശിപ്പാനിടയായത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയിൽ നിലനിന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്നുള്ള ഉപദേശമായിരുന്നു. മാനസാന്തര ഉപദേശവുമായി ആദ്യമായി ഭൂമിയിലേക്ക് വന്നത് യോഹന്നാൻ സ്നാപകനാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇപ്രകാരം ശക്തമായ ഒരു ദൂതുമായിട്ടാണ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്: ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. യോഹന്നാൻ തടവിലായ ശേഷം യേശു ക്രിസ്തു താനും മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങിയ മത്തായിയുടെ സുവിശേഷം 4:17 നാം വായിക്കുന്നു: അന്നു മുതൽ യേശു ക്രിസ്തു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാരും ഇത് തന്നെ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുമ്പോൾ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാർ പത്രോസും ശേഷം 11 പേരും എഴുന്നേറ്റ് നിൽക്കവേ പത്രോസ് അപ്പോസ്തലൻ 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ശക്തമായി പ്രസംഗിക്കുകയാണ്: നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. മാത്രമല്ല, മാനസാന്തരം 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയുടെ ഒരു അടിസ്ഥാന ഉപദേശമായിരുന്നു. അതാണ് എബ്രായർ 6:1 വായിക്കുന്നത്. അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നാമത് പറയുന്നത് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. ഒരുവന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് മാനസാന്തരത്തോടു കൂടെയാണ്. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തി ദൈവവുമായിട്ടോ ദൈവരാജ്യവുമായിട്ടോ ദൈവസഭയുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. പാരമ്പര്യ ക്രിസ്തീയ സമൂഹങ്ങളിലാണെങ്കിൽ ഞങ്ങൾ കത്തോലിക്കയിൽ ജനിച്ചതുകൊണ്ട്, ഞങ്ങൾ യാക്കോബായിൽ ജനിച്ചതുകൊണ്ട്, ഞങ്ങൾ ബർത്തോമായിൽ ജനിച്ചതുകൊണ്ട്, ഇപ്രകാരം പരമ്പരാഗതമായി ക്രിസ്തീയ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് ഞങ്ങൾ ദൈവസഭയ്ക്കകത്താണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പെന്തിക്കോസുകാരുടെ ഇടയിലും ഞങ്ങൾ പെന്തിക്കോസ് മാതാപിതാക്കൾക്ക് ജനിച്ചവരായതുകൊണ്ട് ഞങ്ങൾ ദൈവസഭയ്ക്കകത്താണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഒരു കാലത്ത് ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാനസാന്തരത്തിന്റെ ആവശ്യം വേണ്ട എന്ന് ധരിച്ചിരുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. കാരണം വലിയ വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ആരോടും വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല. ഒരുവിധം യോഗ്യമായിട്ടാണ് ബാല്യപ്രായത്തിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവസഭയ്ക്കകത്താണെന്നും എനിക്ക് ദൈവരാജ്യത്തിൽ പോകാൻ ബുദ്ധിമുട്ടില്ലെന്നും ഞാൻ ധരിച്ചിരുന്നു. എന്നാൽ ഞാൻ വ്യക്തമായി പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ഇപ്രകാരം ജഡപ്രകാരമുള്ള ഒരു ജനനം കൊണ്ട് ഒരുവൻ ക്രിസ്തുവിന്റെ ശരീരമാം സഭയ്ക്കുള്ളിലാകുന്നില്ല. ഒരുവന് ക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. ഒരിക്കലും ഒരുവൻ ജീവന്റെ പാതയിൽ കടന്നു വരുന്നില്ല. ക്രിസ്തുവുമായി ബന്ധമുണ്ടാകണമെങ്കിൽ, ക്രിസ്തീയ ജീവിതം ആരംഭിക്കണമെങ്കിൽ, ദൈവസഭയ്ക്കുള്ളിലായി തീരണമെങ്കിൽ അതിന്റെ പ്രാരംഭ പടിയായ മാനസാന്തരം ജീവിതത്തിൽ അനുഭവമാക്കണം. മാനസാന്തരം എന്ന് പറയുമ്പോൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന അനുഭവത്തിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ പാപം ഏതാണെന്നൊരു ചോദ്യം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകും. സാധാരണ പലരും പാപമായി ചിത്രീകരിക്കുന്നത് കള്ളുകുടി, അതൊരു പാപമാണ്. ചാർമിനാർ വലിക്കുന്നെങ്കിൽ അതൊരു പാപമാണ്. പിന്നെ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നെങ്കിൽ പാപമാണ്. വീട്ടിലിരുന്ന് ടിവിയിലൂടെ കണ്ട പാപമല്ല. പിന്നെ ആരെങ്കിലും അടിപിടി ഉണ്ടാക്കുന്നെങ്കിൽ പിന്നെ അത് പാപമാണ്. ഇതൊക്കെയാണ് പലരും പാപങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പാപം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ഒരു 5 വേദഭാഗം നിങ്ങളുടെ മുൻപാകെ വയ്ക്കാം. നിങ്ങളത് വായിച്ചിട്ട് ഇതിലേതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പാപിയാണ്. ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ മുമ്പ് മാനസാന്തരപ്പെട്ടതായിരിക്കും, എന്നാൽ അത് പിന്നാലെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ വേദവാക്യങ്ങൾ ഒന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം,
അത്യാഗ്രഹം. ഒരുപക്ഷെ മോഷണം ഉണ്ടായിരിക്കില്ല, പക്ഷെ അത്യാഗ്രഹം അല്പസ്വല്പമൊക്കെ കാണും. അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള ഒരു നീണ്ട പാപത്തിന്റെ പട്ടിക അവിടെ വായിക്കുന്നു. അടുത്തതായി റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിന്റെ ഒരു ദീർഘമായ പട്ടിക നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഇത് മാത്രം ഒന്ന് വായിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് വിലയിരുത്തുവാൻ ഒന്ന് വായിക്കാം. സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവൻ, അസൂയ, കുല. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഇതെല്ലാം വ്യാഖ്യാനിക്കാതെ മനസ്സിലാകുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് വ്യാഖ്യാനം ആവശ്യമില്ല. അതെന്താണെന്ന് അതുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. അസൂയ. അടുത്തത് കുല, പിണക്കം. പിണക്കം ഒരു പാപമാണോ? അതെ, പിണക്കം. അടുത്തത് കപടം, ദുശീല എന്നിവ തിങ്ങിയവർ. അടുത്തത് കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. ഞാൻ ഈ അടുത്ത ഒന്ന് നിർത്തണേ. ഞാൻ ഈ അടുത്ത സമയത്ത്, സാധാരണ മുമ്പ് പല പ്രാവശ്യവും ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത സമയത്ത് ഒന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്കൂടെ ഒരു ഞെട്ടലുണ്ടായി. ദൈവമേ, ഇതും പാപമാണോ? ആത്മപ്രശംസക്കാർ, സ്വയം പ്രശംസിക്കുന്നവർ. ഒരുപക്ഷെ അത് ആത്മീക വിഷയങ്ങളിലുമായിരിക്കാം. അങ്ങനെ സ്വയം പ്രശംസിക്കുന്നത് പോലും പാപമാണ് പോലും. ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ. ചിലയിടത്ത്, കൊട്ടാരക്കരയിലെ കഥ എനിക്ക് അറിഞ്ഞുകൂടാ, തിരുവല്ല ചുറ്റുപാടുകളിലൊക്കെ ഈ വക രോഗമുള്ളവർ ചിലരുണ്ട്. പുതുദോഷം സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊന്ന് പറയാം. സാധാരണ ഒരു നാടൻ ചൊല്ലുണ്ട് ഇങ്ങനെ, ചുട്ട കോഴിയെ പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ പറച്ചിലല്ല. ഞാനൊന്ന് വിവരിക്കാം. അത് ചുട്ടെടുത്ത കോഴിയെ വീണ്ടും അതിന് കാല് വെച്ച് പിടിപ്പിച്ച്, അതിന് തല വെച്ച് പിടിപ്പിച്ച്, അതിന് തൂവല് വെച്ച് പിടിപ്പിച്ച്, ചിറക് കൂടെ ഫിറ്റ് ചെയ്ത് അതിനെ പറപ്പിക്കുവാൻ ചിലർക്ക്, ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടേതാണെന്ന് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ച് പറപ്പിക്കുവാനുള്ള ചിലരുടെ ഒരു പ്രത്യേക കൃപയ. പച്ചലയും കത്രിയും പോലെ പറയും. ഒന്നുകൂടെ പറഞ്ഞാല് അവിടൊക്കെ ഇങ്ങനെ തിരുവല്ല ചുറ്റുപാടുകളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, കഷണ്ടിത്തലയും കുടുമിത്തലയും കൂടെ കൂട്ടിക്കെട്ടുക. അതുപോലുള്ള പണി ചിലർക്കറിയാം. പുതുദോഷം സങ്കല്പിക്കുന്നവർ. അതൊരു പക്ഷേ സുവിശേഷ വേലക്കാരെ കുറിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ പാസ്റ്റർമാരെ കുറിച്ചായിരിക്കാം, സഹവിശ്വാസികളെ കുറിച്ചായിരിക്കാം. ആരെ കുറിച്ചാണെന്നുള്ളത് അവരവർ തന്നെ വിലയിരുത്തിയാൽ മതി. പുതുദോഷം സങ്കല്പിക്കുന്നവർ. അടുത്തത് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, യൗവനക്കാരൊക്കെ ഇരിപ്പുണ്ടല്ലോ. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. അടുത്തത് ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ. അത് അപ്പനമ്മമാരുടെ ഭാഗത്ത്. വാത്സല്യമില്ലാത്തവർ, മക്കളോട് വാത്സല്യമില്ലാത്തവർ, കരുണയില്ലാത്തവർ. അടുത്തത് കനിവറ്റവർ. അടുത്തത് ഈ വക വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സംശയലേശമെന്നെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ വക പാപപ്രവർത്തികൾ വിട്ടു തിരിഞ്ഞ് ജീവിതത്തിൽ ഉണ്ടായത് കൈപ്പോടും അനുതാപത്തോടും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന് സ്തോത്രം മനം തിരിയുന്നതാണ് മാനസാന്തരം. തുടർന്ന് നാം പഠിക്കുമ്പോൾ ഗലാത്യർ 5:19 മുതൽ 21 വരെ, മാത്രമല്ല 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 21:8. ഈ 5 വേദഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് ഇരുത്തി വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണോ, ഇന്നും മാനസാന്തരത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങൾ സ്വയം ദൈവത്തോട് മറുപടി പറഞ്ഞാൽ മതിയാകും. എന്നോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലിരിക്കുന്ന പാസ്റ്ററോടോ മറുപടി പറയേണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതിയാകും. ഇപ്രകാരമുള്ള പാപങ്ങളെ പാപമെന്ന് കണ്ടുപിടിച്ച് കുറ്റബോധത്തോടും കണ്ണുനീരോടും അനുതാപത്തോടും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പലരും രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ കള്ളുകുടി നിർത്തി, സിഗരറ്റ് വലി നിർത്തി, പിന്നെ ഇപ്പൊ ബീഡിയാ വലിക്കുന്നത്, സിഗരറ്റ് വലി നിർത്തി, ശരിയാ, പിന്നെ ഞാനിപ്പോ പുസ്തകം വായിക്കുന്നു, സഭായോഗത്തിന് പോകുന്നു,
മുമ്പായിരുന്നേ പോകത്തില്ലായിരുന്നു, ഇപ്പൊ സഭായോഗത്തിന് പോകുന്നു, കൂടാതെ ബൈബിൾ ക്ലാസ്സിനും പോകുന്നു. മാനസാന്തരത്തിന്റെ ലക്ഷണങ്ങൾ പറയുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് സാധാരണ ചിലർ പറയുന്നതാണ് മാനസാന്തരപ്പെട്ടതിന്റെ ലക്ഷണം. ഞാൻ ഇപ്പോൾ കള്ളുകുടി നിർത്തി, ഞാനിപ്പോ പുകവലി നിർത്തി, സഭായോഗത്തിന് പോകുന്നു, പിന്നെ വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് പലരുടെ മാനസാന്തരത്തിന്റെ ലക്ഷണം. മറ്റ് സമൂഹങ്ങളിലാണെങ്കിൽ ഞാൻ കൈപൊക്കി, ഏതാ പ്രാസംഗികന്മാര് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാമെന്നുള്ളവർ കൈപൊക്കാൻ പറയുമ്പോൾ കൈപൊക്കുന്നത്. ജീവിതത്തിൽ എത്ര മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ ആ മീറ്റിങ്ങിനെല്ലാം ഇവർ കൈപൊക്കി ഒരു കൈപൊക്ക് തൊഴിലാളിയായിട്ട് മാറ്റപ്പെടുന്നവര് തന്നെ ഉണ്ട്. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തേച്ച് പിന്നെ ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കും, എല്ലാ കൂട്ടത്തിനും കൈപൊക്കുന്ന ഇവർക്ക് എത്ര ഹൃദയമുണ്ട് കൊടുക്കാനെന്ന്. കാരണം നേരത്തെ കഴിഞ്ഞ കൊല്ലം ഒന്ന് കൊടുത്തതാണ്, ഇപ്രാവശ്യം കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാനുള്ളവർ കൈവെക്കാൻ പറയുമ്പോൾ ഇവർ മുമ്പേ പൊക്കും. അപ്പൊ ഇനി കൊടുത്തേച്ച് തിരിച്ചു വാങ്ങിച്ചതായിരിക്കും, അതോ ഇനി ഒന്നിലധികം ഹൃദയം ഉണ്ടായിരിക്കുമോ എന്താണെന്നൊന്നും മനസ്സിലാകുന്നത്. അപ്പൊ കൈപൊക്കി എന്ന് പറഞ്ഞത് കൊണ്ടോ ഇതൊന്നുമല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് പാപങ്ങളെ കൈപ്പോടും അനുതാപത്തോടും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക. ഇതിന് 7 പടികളുണ്ട്. 5 കാര്യങ്ങൾ നാം ചെയ്യണം. 2 കാര്യം അപ്പോൾ ദൈവം ചെയ്യും. 1 പാപബോധം, 2 അനുതാപം, 3 ഏറ്റുപറച്ചൽ, 4 തിരിച്ചു കൊടുക്കൽ, 5 നിരപ്പ് പ്രാപിക്കൽ. ഈ 5 കാര്യം നാം ചെയ്യുമ്പോൾ 2 കാര്യം ദൈവം ചെയ്യും, നമ്മെ ശുദ്ധീകരിക്കും, നീതീകരിക്കും. 7 കാര്യങ്ങൾ തികയുമ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്ന് വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരുവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഏവനും എന്ന് പറയുമ്പോൾ, ഏവനെയും എന്ന് പറയുമ്പോൾ അതിന് യാതൊരു വ്യത്യാസമോ പരിഗണനയോ അവിടെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി ഒന്ന് ചോദിക്കട്ടെ, സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എന്റെ പേരുണ്ട് എന്ന് തന്റെ ഇടത്തോടെ പറയാൻ കഴിയുന്നവർ വലത്തെ കൈപൊക്കി ശക്തിയോടെ സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ തന്റെ ഇടം. കൈപൊക്കും ഹല്ലേലൂയയും കേട്ടപ്പോഴേ മനസ്സിലായി. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എന്റെ പേരുണ്ട് എന്ന് ധൈര്യസമേതം ദൈവസന്നിധിയിൽ പറയുവാൻ പ്രാഗൽഭ്യമുള്ളവർ, മുമ്പേ പറഞ്ഞത് പെട്ടെന്നായതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായി കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചത്. വലങ്കരങ്ങളെ ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി തന്റെ ഇടം ഉണ്ടാകാത്തവർക്ക് ഇത് കഴിഞ്ഞുണ്ടായിക്കൊള്ളും. ദൈവത്തിന് മഹത്വമുണ്ട്. എന്നാൽ ഇനി ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയ്ക്ക് ഓർപ്പിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മാനസാന്തരപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും ഇന്നും ആ പേരവിടെ ഉണ്ടെന്ന്, പേര് മായ്ക്കപ്പെട്ടതിന് ശേഷവും ധരിച്ച് ജീവിക്കുന്ന പലരുണ്ട്. എന്ന് പറഞ്ഞാല് ഈ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്ന പേര് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മാഞ്ഞു പോകും. അതെങ്ങനെ മാഞ്ഞു പോകുന്നത്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ ഈ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട പേര് മാഞ്ഞു പോകും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ തന്റെ അടുക്കൽ വരുന്ന പരീശന്മാരിലും സദൂക്യരിലും ചിലരോട് യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ, തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ഉപദേശിച്ച് തന്നത് ആർ? അവരെ സംബോധന ചെയ്യുന്ന, സ്നാനപ്പെടാൻ വന്നവരെ സംബോധന ചെയ്യുകയാണ് യോഹന്നാൻ സ്നാപകൻ. സർപ്പസന്തതികളെ, തമിഴിൽ ഇങ്ങനെ പറയുന്നത് വിരിയൻ പാമ്പിൻ കുട്ടികളെ എന്നാ വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവര് പ്രാസംഗികനെ കടന്നാക്രമിക്കാഞ്ഞത് ഭാഗ്യം. ഇന്ന് അതുപോലൊരു സംഭവം നടന്നാൽ പിന്നെ പ്രാസംഗികൻ പോയി പറ്റുണ്ടാവില്ല. അതുകൊണ്ടാണ് സംബോധനയുടെ ആരംഭത്തിങ്കിൽ പറയും, പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നൊക്കെ വിളിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എങ്കിലും യോഹന്നാൻ സ്നാപകൻ ഇവരെ വിളിക്കുകയാണ് സർപ്പസന്തതികളെ. അങ്ങനെ വിളിക്കാൻ കാരണമുണ്ട്. ഒരുവനെ എങ്ങനെ സംബോധന ചെയ്യണമോ അതിന്റെ നിലയിൽ സംബോധന ചെയ്യുവാൻ യോഹന്നാനെ നന്നായിട്ട് അറിയാം.
അതുപോലെ തന്നെ സംബോധന ചെയ്യുന്ന ആളാണ് യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ടാണ് ഇപ്രകാരം വിളിച്ചത്. സർപ്പത്തിന്റെ സ്വഭാവമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്, ഇവർ സർപ്പസന്തതികളായിരുന്നു. അതുകൊണ്ടാണ് അവരെ വിളിച്ചത് ഇങ്ങനെ. അവരോട് പറയുന്നു, സ്നാനപ്പെടാൻ വന്നവരോട് പറയുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. എന്നിട്ട് പറയുകയാണ്, ഫലം നൽകാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വയ്ക്കുവാൻ സമയമടുത്തിരിക്കുന്നു. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും നല്ല മണികൾ കളപ്പുരയിൽ ചേർത്തു വയ്ക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതിന്റെ അർത്ഥം മാനസാന്തരത്തിനൊരു ഫലമുണ്ട്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലമുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാനസാന്തര നിലവാരം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിന്റെ അർത്ഥം. ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട നാമം മായ്ച്ചു കളയപ്പെടും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ജയിക്കുകയും. വായിക്കാം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും അയച്ചു കളയാതെ, അവന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്നും അയച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റു പറയും. ആ വാക്യം വളരെ വ്യക്തമാണ്. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കുകയും ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും അയച്ചു കളയാതെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപാകെയും ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ജയിക്കാത്തവന്റെ പേര്, ജയജീവിതം ചെയ്യാത്തവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നും അയച്ചു കളയുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഒരു ജയജീവിതം ഇല്ലാത്തവന്റെ നാമം ഒരിക്കൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടതാണെങ്കിൽ പോലും പിന്നീട് അത് മായ്ച്ചു കളയപ്പെടാൻ ന്യായമുണ്ട്. ഇനി നിങ്ങൾ സ്വയം വിലയിരുത്തണം, എന്റെ പേര് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ ഒരു ജയജീവിതം ചെയ്യുന്നോ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾക്ക് അയക്കുന്നുവോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തി ദൈവത്തോട് മറുപടി പറഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനും ദൈവസഭയ്ക്കകത്താണ് എന്ന് ധരിച്ചിരിക്കുന്ന പലരും മാനസാന്തര അനുഭവം പോലും നഷ്ടമാക്കി ദൈവസഭയ്ക്ക് പുറത്തായി, അതിന്റെ അതിരിനും മതിലിനും പുറത്തായി ഇരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കാതെ ജീവിക്കുന്നു, തിരിച്ചറിയാതെ ജീവിക്കുന്നു, അത് ഗ്രഹിക്കാതെ മുൻപോട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ഒന്നുകൂടെ വിലയിരുത്തി ജീവിതത്തെ പുതുപ്പിക്കുവാൻ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത്, നാമധേയ ക്രിസ്തീയ സഭകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ലോകത്തിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ പാപത്തെ ഉപേക്ഷിക്കാതെ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് മരണാനന്തരമുള്ള ശേഷക്രിയകൾ കൊണ്ട് രക്ഷപ്രാപിപ്പാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവസഭയുടെ ഉപദേശങ്ങളിൽപ്പെട്ടതാണോ? അതിന് മറുപടി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവർത്തികളും ലേഖനങ്ങളുമാണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ. അപ്പോസ്തല പ്രവർത്തികളിലോ ലേഖനങ്ങളിലോ തിരിച്ചും മറിച്ചും ഒക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും അപ്പോസ്തലന്മാരാരെങ്കിലും വാങ്ങിപ്പോയ, മുൻപേ കടന്നുപോയതായ പിതാക്കന്മാർക്ക് വേണ്ടിയോ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നതായിട്ട് ഒരൊറ്റ വാക്യം പോലും നമുക്ക് കാണാനില്ല. അപ്പൊ അത് പറയുമ്പോഴേ ഒരുപക്ഷെ നിങ്ങൾ തന്നെ ചോദിക്കും, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യമുണ്ടല്ലോ, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഒരിക്കലും ഒരാളെന്നോട് ചോദിച്ചതാ. നിങ്ങൾ പറയുന്നല്ലോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് തന്നെ ചോദിച്ചു, അല്ല സ്നേഹിത, അവിടെ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്ന കാര്യമോ പറഞ്ഞിരിക്കുന്നേ, പ്രാർത്ഥിക്കുന്ന കാര്യം പിന്നെയും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ. എന്നാൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്നില്ലല്ലോ. എന്നാലെങ്കിലും ആ കാര്യം വാച്യാർത്ഥത്തിലാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാമെന്ന് വയ്ക്കാം. അതല്ല ചെയ്യുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. ദൈവവചനത്തിൽ അതിന് ഉപദേശമില്ല. അപ്പൊ ചോദിക്കും, ഈ വാക്യത്തെ സംബന്ധിച്ച് പിന്നെ എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് മരിച്ചവർക്ക് വേണ്ടി സ്നാനം എന്നൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു എന്ന് ചോദിക്കാം. അതിന് മറുപടി ഇപ്രകാരമാണ്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലത്ത് തന്നെയും പല ദുരുപദേശങ്ങൾ ദൈവജനത്തിന്റെ ഇടയിൽ കടന്നുകൂടിയിരുന്നു.
അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ 20-ാം അധ്യായം പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം മുന്നറിയിപ്പ് നൽകുകയാണ്. 29 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ, വിപരീത ഉപദേശത്തെ പ്രസ്താവിക്കുന്ന ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ വെളിയിൽ നിന്ന് വരുമെന്നല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവജനത്തിന്റെ ഇടയിൽ സത്യ ഉപദേശത്തിന് വിപരീതമായി, അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വിപരീതമായി, അപ്പോസ്തോലിക ഉപദേശങ്ങൾക്ക് വിപരീതമായി വിപരീത ഉപദേശങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ, യേശുവിന്റെ പിന്നാലെയല്ല, ഉപദേശ സത്യങ്ങളുടെ പിന്നാലെയല്ല, തങ്ങളുടെ പിന്നാലെ വലിക്കുന്ന അനേക കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും എന്ന് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുന്നേൽക്കുകയുണ്ടായി. അപ്രകാരമുള്ള ചിലരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു. അതിൽ ഒരു കൂട്ടരാണ് നിക്കോലവ്യർ. വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തില് 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ആ കൂട്ടത്തിൽ ഇപ്രകാരം പറയുകയാണ്. നിക്കോലവ്യരുടെ ഉപദേശം വെളിപ്പാട് 2:15 വായിക്കുന്നു. നിക്കോലവ്യരുടെ ഉപദേശത്തെ കൈക്കൊള്ളുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ നിക്കോലവ്യർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. ഒരു യഹൂദ മതാനുസാരിയായിരുന്ന നിക്കോലാവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്ഥാപിച്ചതായ ആ ഒരു സമൂഹം, ആ അദ്ദേഹത്തിന്റെ ചില ഉപദേശങ്ങൾ പിൻപറ്റുന്ന ഒരു കൂട്ടം എന്നാണ് നിക്കോലാവ്യരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിക്കോലാവാസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അപ്പോസ്തല പ്രവർത്തികളിൽ സ്തെഫാനോസിനോടൊപ്പം ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു നിക്കോലാവാസ് ഉണ്ട്. ആ നിക്കോലാവാസ് ആകാൻ സാധ്യതയുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഏതാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ വയ്യ. എങ്കിലും ഒരു നിക്കോലാവാസ് ഇപ്രകാരം ഒരു ഉപദേശത്തെ സ്ഥാപിച്ചിരുന്നു. അങ്ങനെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആ നിക്കോലവ്യരുടെ ഉപദേശത്തെ ദൈവസഭയിലും ചിലർ മുറുകെ പിടിച്ചു എന്നാ പറയുന്നത്. ഇപ്പൊ ചോദിക്കാം, നിക്കോലവ്യരുടെ ഉപദേശം എന്താണെന്ന്. നിക്കോലവ്യരുടെ ഉപദേശം പ്രധാനമായും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഇങ്ങനെ 2 നിലയിലാണ്. ഒന്ന്, വിശ്വാസികളുടെ മേൽ അമിതമായ അധികാരം ചുമത്തി, അധികാരം ചെലുത്തി, അടിച്ചമർത്തി തങ്ങളുടെ നടത്തിപ്പുകാർ അനധികൃതമായി കർത്തൃത്വം നടത്തി കീഴ്പ്പെടുത്തി വെക്കുന്ന ഒരു ഉപദേശം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഉപദേശിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു ഉപദേശം. പിന്നെ മറ്റൊരു അഭിപ്രായമുണ്ട് നിക്കോലവ്യരുടെ ഉപദേശത്തെ കുറിച്ച്. ജഡീകമായ വിഷയങ്ങൾ അതൊരു കേവലം ബലഹീനതയാണെന്നും, അത്രേ ഞാൻ പറയുന്നുള്ളൂ, പലതും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ജഡീകമായ വിഷയങ്ങൾ അത് മാനുഷികമായ ഒരു ബലഹീനതയാണെന്നും, അത് ഒരു പാപത്തിന്റെ ലിസ്റ്റിൽ പെടുത്തേണ്ട ആവശ്യമില്ലെന്നും, അതുകൊണ്ട് അപ്രകാരം ചിലതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുകൂടാമെന്നും ഉള്ള ഒരു ഉപദേശം നിക്കോലവ്യർക്കുണ്ടായിരുന്നു പോലും. അത് നിമിത്തമായി ജഡപ്രകാരമുള്ള വഷളത്വത്തിലും മ്ലേച്ഛതയിലും ധൈര്യത്തോടുകൂടെ അവർ ഇടപെട്ടത് നിമിത്തമായിട്ട് ഒരു കുത്തഴിഞ്ഞ ജീവിതം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പോലും. ഇപ്രകാരമുള്ള ഉപദേശങ്ങളൊക്കെ 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. ഇന്നുമുണ്ട് ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ. ഈ നിലയിൽ അടിച്ചമർത്തി ഭരിക്കുന്നവരും ദൈവസ്നേഹത്തിന്റെ പ്രമാണം നഷ്ടപ്പെടുത്തിയിട്ട് പലരും പല നിലയിലാണ് കീഴമർത്തി ഭരിക്കുന്നത്. മറ്റു ചിലരാണെങ്കിൽ ജഡപ്രകാരമുള്ള സ്വഭാവങ്ങൾ, പ്രവർത്തികൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അത് മാനുഷികമായ ബലഹീനതയാണ്, മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാമെന്ന് ഉപദേശിച്ചുകൊണ്ട് പാപത്തിന്റെ കാഠിന്യത്തെ കുറച്ചു പറയുന്നവർ. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അതുപോലെ ദൈവസഭയിൽ കടന്നുകൂടിയ മറ്റൊരു ഉപദേശമായിരുന്നു, ദുരുപദേശമായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. അതെങ്ങനെ വന്നെന്ന് ചോദിക്കാം. സ്നാനപ്പെടാതെ ഒരുവൻ മരിച്ചുപോയാൽ സ്നാനപ്പെടാത്തവർ ദൈവരാജ്യത്തിൽ പോകയില്ലെന്നുള്ള ഉപദേശം അവർ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഒരുവൻ സ്നാനപ്പെടാതെ മരിച്ചുപോയാൽ മരിച്ചുപോയ വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ മരിച്ചുപോയ വ്യക്തിയുടെ പ്രതിപുരുഷനായി മറ്റൊരുവൻ സ്നാനപ്പെടുക എന്നൊരു ദുരുപദേശം 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ സ്ഥാപിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പോയിന്റ് പിടിച്ചെടുക്കുമ്പോൾ
ഈ ഉപദേശം ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചിലരാണ് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്നവരോട് അത് തന്നെ മറുപടി പറയുവാൻ അവർ പാലിക്കുന്ന ചില ഉപദേശങ്ങളെ ഇങ്ങോട്ടെടുത്ത് അങ്ങോട്ടൊരു അടി കൊടുത്തു, അത്രയേ ഉള്ളൂ. അതാ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവസഭയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ മരിച്ചവരോടുള്ള പ്രാർത്ഥനയോ ദൈവത്തിന്റെ സഭയിൽ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെട്ടതല്ല. ഒരുവൻ മാനസാന്തരപ്പെടാതെ മരിച്ചുപോയാൽ ജീവനോടിരിക്കുന്നവർ ചെയ്യുന്ന ശേഷക്രിയകളാൽ ഒരിക്കലും ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാവതല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാനസാന്തര ഉപദേശം വ്യക്തമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തെ പടിപടിയായി പണിതുയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്.